വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ. വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ. ഏകാകിനി നിന്നോർമ്മകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി. വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ. ഏകാകിനി നിന്നോർമ്മകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി. വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ. വേനൽ കുടീരം നീ. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എൻ്റെ കൂടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് സോന എന്ന ചെറിയ വലിയ നടിയാണ്. സോന എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല, തമ്പുരു എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇല്ലേ? സമയം കളയുന്നില്ല, ഞാൻ സ്നേഹപൂർവ്വം ആദരവോടെ ഇൻവൈറ്റ് ചെയ്യുന്നു സോന. സുഖമാണോ? സുഖാണ്. സുഖമാണ്. പഠിക്കാനൊന്നും പോകുന്നില്ലേ? ഇതിന്റെ ഇടയിൽ ചെറുതായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ, നരയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ ഇരുന്ന് പൊരിക്കാം. സോന, എന്തോ അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സോനയുടെ അടുത്ത് ചോദിക്കാനുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്കിൾ. ഈ അടി പൂക്കുറ്റി ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട് അങ്കിളുടെ. എവിടെ നിന്നൊക്കെയാണ് ഈ നല്ല നല്ല ഈ വാക്കുകൾ കിട്ടുന്നത്? അതിന്റെ ഗുഡൻസ് എന്താണ്? എനിക്കൊന്ന് പറഞ്ഞു. അതിങ്ങനെ ഞാൻ പറയുന്ന ദൈവം കൊണ്ട് തരുന്ന. കാരണം ഓരോ സമയത്ത് ഞാൻ ഓരോ കാര്യങ്ങൾ പറയും. അത് ഒരു സ്ഥലത്ത് അടി പൂക്കിട്ടിയാണെങ്കിൽ ഇവിടെ അതാണല്ലോ ഇതിന്റെ ഒരു അതിപ്പം എല്ലായിടത്തും കയറി ഏറ്റിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോഴത്തെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയാം. മനസ്സിലായി? അപ്പൊ പൂക്കുറ്റി വേണോ? പക്ഷെ ഉത്തരം മുഴുവൻ നൽകിയാൽ ഞാൻ വേറൊരു സാധനം തരാം. ഒരു പൂമഴ. അപ്പൊ സോന, ഈ പറയാം നേടാം എന്നുള്ള ഈ ഷോ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. 3 സെഗ്മെന്റ് ആണ്. കേറി പാടാ മക്കളെ, സവാരി ഗിരിഗിരി, അതുപോലെ തന്നെ രാജമാണിക്യം. അപ്പം ആദ്യത്തെ കേറി പാടാ മക്കളെ വിളിക്കട്ടെ. കേറി പാടാ മക്കളെ. അപ്പൊ സോന എല്ലാവരുടെ അറിവിലേക്ക് പറയുകയാണ്, ഇന്നത്തെ ചിത്രം അമർ അക്ബർ ആന്റണി. കണ്ടില്ലേ? ഒരുപാട് പേരുണ്ട്. പൃഥ്വിരാജ് ഉണ്ട്, ജയസൂര്യ ഉണ്ട്, ഇന്ദ്രജിത്ത് ഉണ്ട്. അങ്ങനെ എല്ലാരും കൂടെ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ച ഇതിലെ ഈ സിനിമയിലെ ചോദ്യങ്ങൾ മാത്രം. എന്നെ കൊന്നാലും ഞാൻ വേറെ സിനിമയിലെ ചോദിക്കില്ല. അത് ഞാൻ എടുത്ത ഒരു ശബ്ദമാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. കേറി പാടാ മക്കളയിൽ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. അമർ അക്ബർ അന്തോണി എന്ന സിനിമയിൽ വില്ലനായി എത്തിയ ബംഗാളി കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ എ ഷഫീഖ് റഹ്മാൻ, ബി അബ്ദുറഹ്മാൻ, സി റഫീഖ് റഹ്മാൻ. ഓപ്ഷൻ എ ബി സി. ഓപ്ഷൻ എ ഷഫീഖ് റഹ്മാൻ. ഷഫീഖ് റഹ്മാനെ ഞാൻ എടുത്തു വെച്ച് പൂട്ടുകയാണ്. ഒരു നുണക്കുഴി ഉണ്ടല്ലേ? കള്ളം പറയൂ. കള്ളം ഇച്ചിരി. നക്ഷത്രം എന്താണ്? എന്റെയോ? പറയാൻ പറ്റാത്ത വല്ലതാണോ? കള്ളം പറയരുത്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ പ്രസ്സിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രസ്സിൽ. അമ്മ ഹൗസ് വൈഫാണ്. എനിക്ക് 2 ഏട്ടന്മാരുണ്ട്. ശരി. എന്ത് ചെയ്യുന്നവര്? 2 പേരും ട്രാവൽസിൽ വർക്ക് ചെയ്യാണ്. ഏത് ട്രാവൽസ്? കോവളം താജ്. കോവളം താജ്. ഓക്കെ. കൂടെ ആരാ വന്നേ? ഇപ്പൊ എന്റെ കൂടെ വന്നത് എന്റെ ഇളയേട്ടനാണ്. ഇളയേട്ടൻ എന്താ പേര്? ജെലിൻ ആണ്. ജെലിൻ, ഹായ്. കേൾക്കാമല്ലേ? വിളിക്കാം. ഇതിന്റെ ഒരു പകുതി കഴിയുമ്പോഴത്തേക്ക് വിളിച്ചിട്ട് നമ്മുടെ സോനയെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ താങ്കളിലോട്ട് തിരിച്ചു വരാം. ഓക്കെ. അപ്പോൾ എ ഷഫീഖ് റഹ്മാനാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. ഷഫീഖ് റഹ്മാൻ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് 2000 rupees. ഇത് അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ ഇതിന്റെ ഒരു
അത് സിനിമയില് അഭിനയിക്കണം ആഗ്രഹം കാണുമല്ലോ എന്തായാലും. ഒരുപാടുണ്ട്, പക്ഷെ ഇതുവരെ വിളിയൊന്നും വന്നില്ല. ഇനി വരും. താങ്ക് യു അങ്കിൾ. ഇനി വിളി വന്നിരിക്കും. ആരുടെ കൂടാണ്? മോഹൻലാലിന്റെ കൂടാണോ അതോ മമ്മൂക്കയുടെ കൂടാണോ അതോ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ നിവിൻ പോളി അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ടല്ലോ. എല്ലാവരുടെയും കൂടെ ഒരു ചെറിയ വേഷം കിട്ടിയാലും ഞാൻ ചെയ്യും. ചെറിയ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കൊണ്ട് കൊടുക്കുന്ന മാത്രമാണ്. ഓക്കെയാണ്. എന്നാലും അതാണെങ്കിലും അതായത് അപ്പം ഇങ്ങനെ ആയിരിക്കും ഡയലോഗ്. കുട്ടി ആ ചായ ഇനി എടുത്തോണ്ട് വരൂ എന്ന് പറയുമ്പോഴത്തേക്ക് ചായ ഇങ്ങനെ കൊടുക്കും. അപ്പൊ പറയും കുടുങ്ങയൊന്നും വേണ്ട, ചായ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി, പൊക്കോളൂ എന്ന് പറഞ്ഞ് പോണു. ഇത്രയേ ഉള്ളു സീൻ. പറ്റൂ? ചെയ്യും അങ്കിൾ, ചെയ്യും. ഭയങ്കര വലിയ ആഗ്രഹമാണ്. വെരി ഗുഡ്. കേറി വാടാ മക്കളയിൽ രണ്ടാമത്തെ ചോദ്യം. അന്തോണി തന്റെ കാമുകയ്ക്ക് ബർത്ത്ഡേ പാർട്ടി നൽകാനായി എത്ര രൂപയാണ് കൊടുക്കുന്നത്? എ 100, ബി 200, സി 500. ഓപ്ഷൻ എ 100. 100 പൂട്ടട്ടെ? പൂട്ടിക്കോ. 100നെ എടുത്തിട്ട് ഞാൻ പൂട്ടിയിരിക്കുകയാണ്. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഓക്കെ, റെഡി? 1 2 3 4. വായാടി പെറ്റ പുള്ള വരപ്പോര നല്ല പോല യാരിവ கையில குத்துது காத்தாடி, காதுல ஆடுது கூத்தாடி, கண்ணல கலரா கண்ணாடி, வம்புக்கு வந்து நிப்பா யாரிவ. അത് തമിഴായോണ്ട് കുറച്ചേ പഠിച്ചുള്ളൂ. വേണ്ട, കുഴപ്പമില്ല. ഇത്രയും കൊണ്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി. കാരണം ഞാനും ഉണ്ട്. അപ്പം എ 100 രൂപയാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. 2000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. വെരി ഗുഡ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്.